ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് മാത്സിൻ്റെ ക്ലാസ്സാണ്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഭാഗത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്നോടൊപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകളെന്ന് പറഞ്ഞാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് നമ്മൾ എണ്ണൽ സംഖ്യകളെന്ന് പറയുക. 1, 2, 3, 4 തുടങ്ങി അനന്തമായിട്ട് ഒരുപാട് സംഖ്യകൾ എണ്ണൽ സംഖ്യകളായിട്ടുണ്ട്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n×n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n×n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. n എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. അതിന് നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ 20 × 20+1 എന്ന് കിട്ടും. 20 × 20+1 21 ആണ്. അപ്പോൾ 20 × 21 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 2 കൊണ്ട് നമുക്ക് 20നെ വെട്ടി ചെയ്യാവുന്നതാണ്. അപ്പോൾ 20നെ വെട്ടുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അതിനുശേഷം 21 ഈ 10 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 210 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n×n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. n എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 × n+1 എന്ന് പറയുമ്പോൾ 100+1, അപ്പോൾ 101 എന്ന് കിട്ടും. 2 കൊണ്ട് നമ്മളിതിനെ വെട്ടി ചെയ്യാം. 100നെ നമ്മൾ 2 കൊണ്ട് വെട്ടുമ്പോൾ 50 എന്ന് കിട്ടും. ഈ 50ഉം 101 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 5050 എന്ന് കിട്ടും. 5050 എന്ന് കിട്ടും. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 17 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n×n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. n എന്ന് പറയുന്നത് 17 ആണ്. 17 × 17+1 ഡിവൈഡഡ് ബൈ 2 എടുക്കുക. 17 × 17+1 എന്ന് പറയുന്നത് 18 ആണ്. ഡിവൈഡഡ് ബൈ 2 കൊണ്ട് നമുക്ക് 18നെ വെട്ടാം. അപ്പോൾ 9 എന്ന് കിട്ടും. 17ഉം 9ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 153 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n×n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. n എന്ന് പറയുന്നത് 25 ആണ്. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 25 × 25+1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 25 × 26 ആവും. ഡിവൈഡഡ് ബൈ 2 എടുക്കുമ്പോൾ 2 കൊണ്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 26ഉം 2ഉം കൂടി വെട്ടി ചെയ്യുമ്പോൾ 13 എന്ന് കിട്ടും. ഈ 25ഉം 13ഉം കൂടി നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. ഇൻറ്റു ചെയ്യുമ്പോൾ 325 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് 2 ആണ്. രണ്ടാമത്തെ ടൈപ്പിൽ എണ്ണൽ സംഖ്യകൾ ഇങ്ങനെ തന്നിരിക്കും. 1+, 2+, 3+, etc. +30 ഇതിൻ്റെ തുക കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 1 മുതൽ, അതായത് 1 മുതൽ തുടങ്ങുന്നത് എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n×n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ n എന്ന് പറയുന്നത് 30 ആണ്. നമുക്കത് ഇക്വേഷനിലേക്ക് കൊടുക്കാം. 30 × 30+1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 30 × 31 ഡിവൈഡഡ് ബൈ 2 ആണ്. 2 കൊണ്ട് നമുക്ക് 30നെ വെട്ടാം. അപ്പോൾ 15 എന്ന് കിട്ടും. 15ഉം 31ഉം കൂടെ ഗുണിക്കാം. 465 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1+, 2+, 3+, etc. +19 തുക കാണുക. n എന്ന് പറയുന്നത് ഇവിടെ 19 ആണ്. തുടർച്ചയായ 19 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n×n+1 ഡിവൈഡഡ് ബൈ 2. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 19 × 20, അതായത് n+1 എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 2 ആണ്. 2 കൊണ്ട് നമുക്ക് ആ 20നെ വെട്ടി ചെയ്യാം. അപ്പോൾ 10 എന്ന് കിട്ടും. 19 × 10 എന്ന് പറയുന്നത് 190 ആണ്. അടുത്ത ടൈപ്പ് 3. ടൈപ്പ് 3ൽ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 55 എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ നേരത്തെ നമ്മൾ ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 55 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്നത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ n × n+1 / 2 ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ n × n+1 / 2 എന്ന് പറയുന്നത് 55 ആണെന്ന് തന്നിട്ടുണ്ട്. n × n+1 ഈക്വൽ ടു ഈ 55നെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. n × n+1 എന്ന് പറയുന്നത് 110 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ n × n+1ൽ നിന്ന് n കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ എടുക്കണം. ആ സ്ക്വയറിൻ്റെ റൂട്ട് കണ്ടാൽ മാത്രം മതിയാവും. എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ n × n+1 എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ 110ൻ്റെ തൊട്ട് മുൻപേ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100ൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 210? എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n × n+1 / 2 ആണ്. ഇവിടെ n × n+1 / 2 210 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ n × n+1 എന്ന് പറയുന്നത് 210 × 2 ആണ്. നമുക്ക് 420 ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് n കണ്ടുപിടിക്കണമെങ്കിൽ n × n+1ൻ്റെ അതായത് 420ന് തൊട്ട് മുൻപുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ കണ്ടെത്തണം. അപ്പം നമ്മൾ 420ന് തൊട്ട് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 ആണ്. 400ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ n എന്ന് പറയുന്നത് 20 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 120? നമുക്ക് ഓൾറെഡി എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അറിയാം. n × n+1 / 2 ആണ്. n × n+1 / 2 എന്ന് പറയുന്നത് 120 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n × n+1 കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് 120നെ /2 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 240 എന്ന് കിട്ടും. ഇനി 240 എന്ന സംഖ്യയുടെ തൊട്ട് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കണം. അപ്പോൾ 240ന് തൊട്ട് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ 225 ആണ്. 225ൻ്റെ റൂട്ട് എടുക്കണം. 15 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ n എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സുകൾ ഈ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളും ഞാൻ ഇടുന്നതായിരിക്കും.